ഹായ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അപ്പോൾ എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലായിരുന്നു നിൽക്കാൻ കഴിഞ്ഞ് നോക്കാം. അപ്പോൾ നമ്മൾ ഈപ്പൻ്റെ ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ ഞാൻ ഈപ്പൻ്റെ വീട്ടിലുള്ളത്. അപ്പോൾ ഈപ്പൻ്റെ ഫാമിലിൻ്റെ കൂടെയാണ്. അപ്പോൾ എല്ലാവരും കൂടി പോകാൻ ഇറങ്ങാൻ നിൽക്കുകയാണ്. ലഗേജൊക്കെ പാക്ക് ചെയ്തിട്ട് വീട്ടിൽ നിന്ന് ഇറക്കാണ്, വയനാടേക്കാണ് പോകുന്നത്. അപ്പോൾ എന്താ പറയുക, കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ എന്താ പറയുക, പാക്കൊക്കെ ചെയ്ത് ഇറങ്ങുകയാണ്. ഇവിടെ ഒരാൾ മേക്കപ്പ് ഇട്ട് മാറ്റുന്ന തിരക്കില്ല, ഒരു ലിപ്സ്റ്റിക്ക് മാത്രമല്ലേ. അപ്പോൾ എന്താ പറയുക, നമ്മളങ്ങോട്ട് പോകുന്നത് ഇപ്പോൾ വയനാട്. യെസ്, അപ്പോൾ വയനാട് പോയിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാ. അങ്ങനെ ഫാമിലി എന്ന് പറഞ്ഞാല് നമ്മളെ ഗ്രാൻഡ് പാരന്റ്സ് വരെ ഉണ്ട്. അങ്ങനെ ഫുൾ ഫാമിലി. ഇവന്റെ ഉമ്മന്റെ ഫാമിലി അല്ലേ, ഇവന്റെ ഫുൾ ഉമ്മന്റെ ഫാമിലി. ഈ അടുത്ത് നിൽക്കാൻ കഴിഞ്ഞാൽ പോലും ഫാമിലി എല്ലാവരും ഉണ്ട്. കൂട്ടി നമ്മള് ചില്ലാക്കാൻ പോവാണ്. അപ്പൊ അങ്ങനെ ഇറങ്ങാൻ നിൽക്കാണ്, ഇറങ്ങല്ലേ. പോകുന്ന വിശന്നപ്പോൾ ഒരു ബിരിയാണി ഓർഡർ ചെയ്താൽ കേട്ടോ. നല്ലൊരു സ്പോട്ടാന്ന് പറഞ്ഞിട്ടായിരുന്നു പോയത്. പക്ഷെ എന്താ പറയുക, ബിരിയാണി തീരെ വെന്തില്ലായിരുന്നു, ആ ഒരു പ്രശ്നം മാത്രമുള്ളായിരുന്നു. അപ്പോൾ നമ്മളെ ഫാമിലിയൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഭയങ്കര ഓഫ് റോഡ്, ഇപ്പോൾ 2 കിലോമീറ്റർ ആയിട്ട്. എന്നാലും ഒരു ഓഫ് റോഡ് 2 കിലോമീറ്റർ ആയിട്ട് ഓഫ് റോഡ് ആയതുകൊണ്ട് അവസാനം ഞാനും ഒരു തീരുമാനം എടുത്ത് നമുക്ക് നടന്നു പോകാൻ അല്ലേ. അപ്പോൾ കാറിലിങ്ങനെ കുലുങ്ങി പോകുന്നതിനെക്കാട്ടി നല്ലതല്ലേ നടന്നു പോകുന്നത് വെച്ചിട്ട് നമ്മൾ നടക്കാനുള്ള പ്ലാനല്ല. കുലുങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കാർ അതാ മുമ്പ് പോകുന്ന, നമ്മൾ അവസാനം കാറിൽ നിന്ന് ഇറങ്ങി നടക്കാന്നുള്ള പ്ലാനാക്കി. കാരണം നടക്കുമ്പോൾ വലിയ പ്രശ്നമില്ല, കുലുക്കാൻ അറിയില്ല. കാറിലാകുമ്പോൾ നല്ല അടിയാ. കൊടുക്കി വാ, ഒരു കിളീനെ ഇഷ്ടമായി. ഇവക്ക് 20 കിളീനെ കിട്ടി. ഇപ്പൊ കൈ വെച്ചൊക്കെ വരുന്നുണ്ടോ? കൈ വെച്ചൊക്കെ അപ്പൊ നമ്മളിപ്പോ റൂമിലെത്തി. ഇപ്പൊ ബാൽക്കണിയിൽ നിൽക്കാം. ഇവിടെ വിറ്റെന്നറിയോ, നമുക്ക് 5 റൂമുണ്ട്. 17 ആക്കി, എന്നാലും എല്ലാരും ഒരു റൂമിലാണ്. അത് തന്നെ, പക്ഷെ നല്ല വ്യൂ അല്ലേ. അതായത് നമ്മളെ ബാൽക്കണിയിലെ വ്യൂ. അതേമാതിരി കുറെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാണ്ട് ഇവിടെ. നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ പോലും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിട്ട് തുടങ്ങുന്നേ ഉള്ളു. ഇവിടെ എന്തൊക്കെയോ പരിപാടികളുണ്ട്. താഴോട്ടേക്ക് കുറെ നടക്കാണ്ടെന്നൊക്കെ പറഞ്ഞു. ചിലപ്പോ ഞാൻ ഡെഡ് ആവല്ലേ. ഞാൻ ഒന്ന് പോയി വന്ന അയാളോട് പറഞ്ഞു ഡെഡ് ആവുന്നു. ഫിഷിംഗ് ഉണ്ട്, അതേമാതിരി തന്നെ നമ്മളെ ബാമ്പു ബോട്ടിങ്, കുറെ സാധനങ്ങൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ആണ് എന്താ പറയാ, പണ്ട് കാലത്ത് വീടില്ലേ, അതിനു വേണ്ടി ഉണ്ടാക്കിച്ചാ പണ്ട് കാലത്തെ വീടുകളല്ലേ ഉള്ള കാലത്തുള്ളത്. അത് നിങ്ങളെ സമയത്തൊക്കെ ഇങ്ങനത്തെ വീട് താമസിച്ചേ. പക്ഷേ ഓടുണ്ടാവൂലല്ലോ, വേറെന്തല്ലേ ഉണ്ടാവുക? ഓലല്ലേ ഇടോ, ഓല ഓടുണ്ടാവോ? ഓല ഉണ്ടാവാ. ബബ്ലി മൂസ, അതാ ബബ്ലി മൂസ, ബബ്ലി മൂസ. കണ്ടാ പറിച്ചാലോ നമുക്ക്. ഇവിടെ പേരൊക്കെ ഉണ്ട്, കുഞ്ഞു വേണ്ട. ഇവിടെ ഫുൾ എന്താ പറയാ, എത്ര അതെന്താ കാട്ടുമാങ്ങ, കാട്ടല്ല നാട്ടുമാങ്ങ. ഇതാണ് ബബ്ലി മൂസ. ബബ്ലി മൂസ വെച്ചാൽ നമ്മളെ വലിയ നാരങ്ങ. ഇത് നല്ല പുളിയാ ആ മാങ്ങ, പടുമാങ്ങ. എന്റെ ഉമ്മ നല്ല പുളിയാ. ഞാൻ കൊടുത്തതാ. ഏതാ കോസ്റ്റ്യൂം അവിടെ ഇരുന്നത്? അങ്ക പിന്നെ ആടാൻ മോളെ, ഇനിയിപ്പൊ ആടാൻ പറ്റിയ അവസ്ഥയില്ല. അതങ്ങ് ആടാൻ പറ്റിയ അവസ്ഥ ആകുമ്പോ നമുക്ക് ആടാം കേട്ടോ. ഇപ്പൊ ഇങ്ങനെ അടങ്ങിന്നോ? അവിടെ അതിന്റെ മുകളില് കേട്ടോ. നീ തൽക്കാലം പൂളിലൊക്കെ ഇറങ്ങിക്കോ, ചായ അടിച്ചോ. അവിടെ ചായപ്പിടി നോക്ക്. ചിലപ്പോ ആടേക്ക് പോയിട്ടുണ്ടെങ്കിൽ ചായ ഇല്ലാണ്ട് ചായപ്പിടി സെറ്റപ്പ് ചെയ്ത്. ഈ ചായ പിന്നെ എന്താ ഉള്ളത്? ചായ ഉണ്ട്, സാൻഡ്വിച്ച് ഉണ്ട്, പഴംപൊരി ഉണ്ട്. അതാ ചായക്കടക്കാരി ചായ ഉണ്ണിയപ്പം ഉണ്ടോ? ഉണ്ണിയപ്പം ഉണ്ട്, എല്ലാം ഉണ്ടോ? യെസ്, ഫുൾ സെറ്റാ. പഴംപൊരി ഉണ്ട്. ഇതാ നമ്മൾ പറ്റിക്കൊന്നല്ല, പഴംപൊരി ഉണ്ട്. കസ്റ്റമറിന് കൊടുക്ക് സാൻഡ്വിച്ച്. മാമന്റെ സാൻഡ്വിച്ച് കഴിഞ്ഞതാണേ. ഓ ഇങ്ങോട്ടോ ഇപ്പൊ ഇങ്ങോട്ട് അടിക്കരുത്, ഞാൻ അവിടെ ഇരിക്കണ്ട്. ഇതാ കളിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഹലോ
ഇപ്പൊ അതിന്റെ ഇടയ്ക്ക് കൂടെ ഒരാളെ സൈക്കിൾ ഇട്ട് വരുന്ന അങ്ങനെ ഉണ്ട്. സ്റ്റാൻഡ് ഇട്ടിങ്ങില്ലെന്നേ ഉള്ളു സൈക്കിൾ. എന്നാ വേണ്ട, എന്നാ മാറ്റിയത് ഇത് അല്ലെ കുഞ്ഞക്ക്. അത് പാപ്പാക്ക് എന്താ കാണുമ്പോ എന്താ ഗ്രീസ് കഴിക്കാ? അത് ആളെ നിർത്തിക്കാ, വേ പോയിക്കോ. പേർമാടത്ത് കേറാണ് അല്ലേ? ഇറങ്ങുകയാണ്. രണ്ടാൾക്കാർ കേറാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടെ മറ്റേ സാധനം ഇതിൽ പോ നിങ്ങള്. ഏത് ബാമ്പു ഇല്ലേ, ചെങ്ങാടോ? കേറുന്നോ? അതില് 4 ആൾക്ക് കേറിയിട്ട് ഇവിടെ അങ്ങനെ പോയിട്ട് അതിൽ എങ്ങനെ വരാം? നീ കയറുന്നേല് ഇപ്പൊ അതിൽ കയറാൻ പോയിട്ടുണ്ടെങ്കിൽ ബോള് തെരയുകയാണ്. കിട്ടി. ചെങ്ങാടത്തിലൂടെ ഒരാൾ പോകുന്ന കാണിച്ചരാ. കുഞ്ഞമ്മ അവിടെ വരെ പോവോ നിങ്ങള്? അപ്പുറം വരെ പോവോ? നിങ്ങൾക്ക് ഒരാളും കൂടി കയറ്റി കൂടെ ഇല്ലേ? നിങ്ങളെന്ത് ഒറ്റക്ക് പോന്ന്? നെയ്യായിരം കയറ്റിക്കോ? എന്തോരും കഷ്ടപ്പെടാ വീണാ പണിയാവട്ടെ. നല്ല വെള്ളമല്ല. വീണല്ലേ, വെള്ളത്തിന് വീണല്ലേ. ഒരാളിട്ടോ ഇത്ര ആക്ടിവിറ്റി ഉണ്ടായിട്ട് ആൾക്ക് എല്ലാത്തിനും മടിയാ, പേടിയാ. വെറുതെ പറഞ്ഞോട്ടോ, ആൾക്ക് വയ്യാത്തയും കൊണ്ടാ. അല്ലെങ്കിൽ ഇതിലൊക്കെ ആദ്യം കയറാനറിയോ ഇപ്പാണ് അല്ലേ? ആൾക്ക് ഭയങ്കര സങ്കടം. എനിക്ക് മാത്രം എന്താ ഒന്നിനും കയറാൻ പറ്റാത്തത്? ചെങ്ങാടത്തൂടെ കുഞ്ഞുമുണ്ടോ അപ്പുറത്തൂടെ പോകുന്നത്, അതിൽ പോകണമെന്നുണ്ട്. പക്ഷേ ഇപ്പൊ പോയാൽ ശരിയാവില്ല എന്നെ കൊണ്ട്. ആളിങ്ങനെ ടെൻഷൻ അടിച്ചേക്കാം. പക്ഷെ നല്ല വെള്ളമല്ലല്ലേ ഇപ്പൊ? ചിലപ്പോ പണി കിട്ടില്ല നമുക്ക്. ഗ്ലാസ് ബ്രിഡ്ജിലൂടെ പോകുന്ന ഗ്ലാസ് ബ്രിഡ്ജ് ഒന്നും പറയാനൊന്നും ഇല്ല കേട്ടോ. പക്ഷെ രസമുണ്ടല്ലേ സംഭവം? അവിടെ അതിന്റെ മുകളിൽ ഒന്നും കയറാൻ പറ്റില്ല. അവിടെ പോകാൻ വേണ്ടി ഒരാൾ തോന്നിട്ട് ഇവിടെ വന്നപ്പോ മുതൽ തോന്നുന്നുണ്ട്. ഇതുവരെ ഡെസ്റ്റിനേഷനിൽ എത്തിയില്ല, അവിടെ നിന്ന് ഇറങ്ങാനും പറ്റുന്നില്ല. നല്ല രസമുണ്ട്. അതെ, കുറച്ച് ആൾക്കാർ അവിടെ ഷട്ടിൽ കളിക്കുന്നുണ്ട്, കുറച്ച് ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഇങ്ങോട്ട് വന്ന് കുറച്ച് ആൾക്കാരത് അവിടെ കുഞ്ഞുമ്മ ഇതാക്കി നോക്കിയിരിക്കുന്നു. നല്ല രസമുണ്ട് കാണാൻ, ഭയങ്കര ഭംഗിയുണ്ടല്ലോ കാണാൻ. നോട്ടെ ഇങ്ങോട്ടെ മുളത്തോട്ടെ. നൈസ് കേട്ടോ, നല്ല സ്മെല്ല് ഉണ്ട് അല്ലേ? നമുക്ക് പറിക്കാം. അഭിനയിക്ക. ഇത് കൊറേ നേരമായില്ല, ഇങ്ങോട്ട് എത്തുന്നില്ലല്ലോ അഷിക. ഇങ്ങോട്ട് വാ. ഇതെന്താ ബാക്ക്